ഞാനിവിടെ ചോദിക്കാൻ എന്നുള്ളത് വർക്കലയിലാണ്. നമ്മൾ ഈ കാണുന്നതാണ് വർക്കല ജോയിന്റ് RTO ഓഫീസ്. നാല് വർഷം മുമ്പാണ് ജോയിന്റ് RTO ഓഫീസ് വർക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് മുന്നേ ആറ്റിങ്ങലിലായിരുന്നു ഈ വർക്കലയിലുള്ളവർ ലൈസൻസിനും അതുമായി RTO സേവനങ്ങൾക്കായി എത്തിയിരുന്നത്. ജോയിന്റ് RTO ഓഫീസ് ഈ വർക്കലയിലെത്തിയപ്പോൾ ജനങ്ങൾ വളരെ പ്രതീക്ഷയിലായിരുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള വാഹന സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈസൻസ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന് കരുതി. പക്ഷേ ജീവനക്കാരുടെ അഭാവം മൂലം ഇവിടെ നിരവധി പ്രതിസന്ധികളാണ് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ അഭാവം മൂലം വാഹന പരിശോധനകൾ പോലും കൃത്യമായി നടക്കുന്നില്ല എന്നും പരാതിയുണ്ട്. ഈ RTO ഓഫീസ് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇന്ന് ഏറെയാണ്. അതവർ തന്നെ നമ്മളോട് പറയും. വർക്കലയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു RTO ഓഫീസിനെ ഇവിടുത്തെ ജനം സ്വീകരിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ അസ്ഥാനത്താവുന്നുണ്ട് എന്ന് തോന്നുന്നല്ലേ? അതെ, നമ്മുടെ വർക്കലയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. വർക്കല എന്ന് പറയുന്നത് വർക്കല ടൂറിസം ലോകഭൂപടത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വർക്കല ടൂറിസം മേഖല. അതേപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രം ശിവഗിരി, വർക്കല ക്ഷേത്രം, പാപനാശം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ഉള്ളതുകൊണ്ട് വർക്കലയുടെ പ്രശസ്തി വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വർക്കല ഇങ്ങനെയുള്ള സ്വദേശികളും അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരും വാഹനങ്ങളും എല്ലാം ഇവിടെ ആവശ്യം പോലെ വരുന്നുള്ള ഒരു സ്ഥലമാണ് വർക്കല. അപ്പോൾ വർക്കല 4 വർഷം മുമ്പ് ഇവിടെ RTO ഓഫീസ് വന്നപ്പോൾ വർക്കലക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാഫിക് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഒരു വിധം നേരെ പോകും. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കുടെ ലൈസൻസ് അവരുടെ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരെ പോകുമെന്നുള്ളൊരു വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ എന്നാൽ അതിപ്പോൾ ഒരു ശാപമായി മാറിയതാണ് നമുക്ക് ഇപ്പോഴത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഈ 4 വർഷത്തിനകത്തുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മനസ്സിലാവുന്നത്. കാര്യം ഇവിടെ സമയത്ത് കാര്യങ്ങൾ ഒന്നും നടക്കാത്തൊരവസ്ഥ നമുക്കറിയാം. ഇവിടുത്തെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അവരുടെ ഒരു വണ്ടി എം ഇയുടെ ഒരു വണ്ടി കട്ടപ്പുറത്ത് കയറിയിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിന് വണ്ടിയില്ലാത്തൊരു അവസ്ഥ, വാഹനമില്ലാത്ത അവസ്ഥ, അവർ ഇൻസ്പെക്ഷന് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് ഒരു വണ്ടിയില്ലാത്ത ഒരവസ്ഥ, സ്റ്റാഫിൻ്റെ കുറവ്, ഇതെല്ലാമാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്കറിയാം ഇവിടെ ഒരു ലേണേഴ്സിൻ്റെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ 2 മാസം 3 മാസം കഴിഞ്ഞാണ് അവരെ ടെസ്റ്റിന് വിളിക്കുന്നത്, ലേണേഴ്സ് ടെസ്റ്റിന് വിളിക്കുന്നത്. അത് പാസ്സായാൽ തന്നെ വീണ്ടും 2-3 മാസം കാത്തിരിക്കേണ്ടി വരും അവരുടെ ടെസ്റ്റ് നടത്താൻ. നമുക്കറിയാം ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും കുട്ടികളെല്ലാം 18 വയസ്സ് കാത്തിരിക്കുകയാണ് ലൈസൻസ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മിക്കവാറും പഴയ കണക്കല്ല, എല്ലാവരും ലൈസൻസ് എടുക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ സമൂഹം മാറി. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ അനാവശ്യമായ ഡിലേ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള RTO ഓഫീസ് ആറ്റിങ്ങൽ അവിടെ എന്ന് പറയുന്നത് കറക്റ്റ് പഴയതുപോലെ തന്നെ 1 മാസത്തിനകത്ത് തന്നെ ലേണേഴ്സ് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കുന്ന അവസ്ഥ. ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലേണേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ടെസ്റ്റിന് വിളിച്ച് 1 മാസത്തിനകത്ത് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കുന്ന അവസ്ഥ അവിടെ ഇപ്പോഴും നിലനിൽക്കുകയെ വർക്കല സംബന്ധിച്ച് ഇങ്ങനെ വളരെയേറെ ഡിലേ വരുന്നൊരു സംഭവം. ലൈസൻസ് 4 മാസം വരെ 5 മാസം വരെ ലേണേഴ്സിന് പോലും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ സംജാതമാണ്. അതൊക്കെ വലിയൊരു പ്രശ്നങ്ങളാണ്. അതിനൊക്കെ തന്നെ നമുക്കറിയാം വർക്കലയുടെ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ. ഇവിടെ വർക്കല നഗരസഭയാണല്ലോ, അറിയാലോ. അപ്പോൾ വർക്കല നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. അതൊരു പേരിന് വേണ്ടി വല്ലപ്പോഴും കൂടും. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോലീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 72 അനുസരിച്ചാണ് വിളിക്കേണ്ടത്. അത് SP ആണ് വിളിക്കേണ്ടത്. ട്രിവാൻഡ്രം റൂറൽ SP ആണ് ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കേണ്ടത്. അതിന് പകരം ഇവിടുന്ന് ഒരു SHO അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിനിധിയായിട്ട് വരേണ്ടത് SHO അല്ലെങ്കിൽ ഇവിടുത്തെ ഡെപ്യൂട്ടി DOSP ആയിരിക്കണം. അത് കഴിഞ്ഞ് ഇവിടുത്തെ RTO ജോയിൻ്റ് RTO വരണം. അതുപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരണം, KSEBയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അങ്ങനെ ഒരു 4-5 പേര് കൂടി ചെയർമാനാണ്, നമ്മുടെ നഗരസഭ ചെയർമാനാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റിയാണ് വരേണ്ടത്. അത് പേരിന് കൂടി വല്ലപ്പോഴും കൂടി ഒന്ന് വിളിക്കും. വർഷത്തിൽ 1-2 പ്രാവശ്യം വിളിക്കും. അപ്പോൾ വരുന്നത് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും വരുന്നത്. ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി കൂടി ഒരു തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും, വെറുതെ എഴുതി വയ്ക്കും. ഒരു തീരുമാനവും നടപ്പിലാകാതെ പോകുന്ന ഒരവസ്ഥയാണ് വർക്കലയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ ആക്സിഡൻറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. കാര്യം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മറ്റ് സ്റ്റേറ്റിലുള്ളവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അവർ വാഹനം കൊണ്ടാണ് അലക്ഷ്യമായി, പ്രത്യേകിച്ച് ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വരുന്ന ഒരു ടൂറിസ്റ്റുകളിൽ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഈ അലക്ഷ്യമായിട്ടുള്ള വാഹന ഓടിപ്പും അതിൻ്റെ
കാര്യങ്ങളാകുമ്പോഴത്തേക്ക് ട്രാഫിക് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കൂടുതൽ ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനോ ഇവിടുത്തെ നമുക്കറിയാം മൈതാനം പോലുള്ള ജംഗ്ഷനിൽ വളരെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയങ്ങൾ പീക്ക് അവേഴ്സിലുണ്ട്. പക്ഷേ അതിനൊന്നും കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ പോലീസിനോ IMEDയോ ഡിപ്പാർട്ട്മെൻറ്റിനോ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ RTO ഓഫീസും പോലീസും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണെന്നേ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് വർക്കലയെ സംബന്ധിച്ച് ഇതൊക്കെ കറക്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരും അതുപോലെ തന്നെ സഞ്ചാരികളും എത്തുന്ന ഈ വർക്കല ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 2010-15 കാലഘട്ടത്തിലാണ് ഇവിടെ വർക്കല താലൂക്ക് യാഥാർത്ഥ്യമാകുന്നത്. വർക്കല കഹാർ MLA ഇവിടെ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതോടനുബന്ധിച്ച് തന്നെയാണ് അനുബന്ധ സ്ഥാപനങ്ങളായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള RTO ഓഫീസ് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ്, ഏറെ ആഹ്ലാദപരമായിട്ടാണ് അതിനെ നമ്മൾ ഏറ്റെടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ് RTO ഓഫീസിലെ പ്രവർത്തനങ്ങൾ മൂലം ഇവിടുത്തെ വർക്കലത്തെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ 17 വയസ്സായ ഒരു പയ്യൻ അമിതമായിട്ടുള്ള വണ്ടിയുടെ വേഗത മൂലം ഉണ്ടായ അപകടം മൂലം തൽക്ഷണം മരണപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഈ RTO ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ചെല്ലുന്ന സാധാരണക്കാരന് സംഭവിക്കുന്നത്. ഇതിലൊക്കെ വളരെ പ്രശ്നങ്ങളെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. ഉദ്യോഗസ്ഥരുടെ അഭാവം കഴിഞ്ഞ 1.5 വർഷമായി അനുഭവിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയാണ് വർക്കല RTO ഓഫീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ അറിയാം, ഇവിടെ RTOയിൽ ടെസ്റ്റുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റിന് ഉൾപ്പെടെ അവർക്ക് എത്തപ്പെടേണ്ടതുണ്ട്. അതുപോലെ വണ്ടികളുടെ അമിത വേഗത്തെ പറ്റി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വണ്ടികൾ ഹെൽമറ്റ് ഇല്ലാതെ പോകുന്നവരെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വണ്ടിയിൽ യഥാസമയത്തുള്ള കൃത്യമായ രേഖകളില്ലാതെ പോകുന്നവരെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട RTO ഓഫീസിൽ MVD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം വർക്കലയിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് വർക്കലയിൽ നിലകൊള്ളുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. 1.5 വർഷക്കാലമായി ആകെ ഉണ്ടായിരുന്ന ഒരു വാഹനം 1.5 വർഷക്കാലമായി അത് കട്ടപ്പുറത്തിരിക്കുകയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും പരിഹരിക്കുവാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇത്രയും ഏറെ പ്രശസ്തമായ ഇത്രയും പ്രാധാന്യമുള്ള ഒരു നഗരത്തിൽ ഒരു RTOയ്ക്ക് ഒരു വാഹനം പോലും ഇല്ലാത്തൊരു ഗതികെട്ട ഒരു സംവിധാനത്തിലേക്ക് ഈ നഗരം മാറില്ലായിരുന്നു. അതിനെ ചോദിക്കാനില്ല, പറയാനില്ല, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ടൊരു സർക്കാരില്ല. ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥർ എനിക്കറിയാവുന്ന പല ഉദാഹരണങ്ങളുണ്ട്. മുൻപ് ഞങ്ങളെല്ലാവരും താലൂക്ക് എന്ന് പറയുന്ന ആശ്രയിക്കുന്നത് ആറ്റിങ്ങൽ താലൂക്കിനായിരുന്നു. അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന RTO ഓഫീസിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ പറയുന്ന ഇരട്ടി ആൾക്കാർ, ഇരട്ടി പഠിതാക്കൾ, ഇരട്ടി ജനങ്ങൾ അവിടെ എത്തുമ്പോൾ അവർക്ക് 1 മാസം കൊണ്ട് ലേണേഴ്സ് പൂർത്തീകരിക്കും. 1 മാസം കൊണ്ട് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൃത്യമായിട്ട് പഠിതാക്കളുടെ ടെസ്റ്റ് നടത്തിയവർക്ക് കയ്യിൽ കിട്ടും. ഇതെന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പോൾ വർക്കലയിൽ ഈ പറയുന്ന 2 ഭാഗങ്ങളായി ആറ്റിങ്ങിലും വർക്കലയായപ്പോൾ ആ ഒരു വലിയ ക്രൗഡിനെ കുറച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് പോലും വർക്കലയിലെത്തുന്നവർക്ക് നാളിതുവരെയായിട്ട് ഒരു ടെസ്റ്റ് നടത്തിയാൽ അവൻ 3 മാസം കാലാവധി എടുക്കണം. എന്ത് കിട്ടാൻ? ലേണേഴ്സ് കിട്ടാൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് 6 മാസം കാലാവധി എടുക്കണം അവന് അതിൻ്റെ ലൈസൻസ് കിട്ടാൻ. ഇവിടെ പഠിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ബാംഗ്ലൂരും പഠിക്കുന്നവർ, തമിഴ്നാട്ടിൽ പഠിക്കുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവർ 1 മാസത്തെ കാലയളവിൽ അവരെ പഠനങ്ങളും മറ്റും മാറ്റി വെച്ചുകൊണ്ട് ലൈസൻസ് എടുക്കുവാൻ വേണ്ടി ഇവിടെ വന്നാൽ അവർക്കാർക്കും അതിനൊരു പരിഹാരം കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ കാര്യം നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചെന്നാൽ ഏതെങ്കിലും പേര് മാറ്റാനായിട്ട് എത്രയോ നാളായി, എനിക്ക് തോന്നുന്നു 1.5 വർഷക്കാലമായിട്ട് ഒരു വണ്ടിയുടെ പേര് മാറ്റാൻ കൊണ്ടു കൊടുത്തവർക്ക് ഇപ്പോഴും എറണാകുളത്ത് അച്ചടിച്ചു തുടങ്ങിയില്ലെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടെസ്റ്റിന് വേണമെങ്കിലും ആ പേരില്ലാതെ വേണം ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടത്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്
നമ്മുടെ ഇവിടുത്തെ RTO ഓഫീസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കിടക്കുന്ന MBDയുടെ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ജോയിൻ്റ് RTO ഓഫീസ് വർക്കല കൊണ്ടുവന്നത്. അപ്പോൾ ഈ വർക്കല കൊണ്ടുവന്നതിന് ശേഷം അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഈ ഇരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ ഒരു പുണ്യതീർത്ഥം, ലോകം അറിയപ്പെടുന്ന ശിവഗിരി എന്ന് പറയുന്ന ഒരു പുണ്യതീർത്ഥമുണ്ട്. ആ ഒരു തീർത്ഥാടന സമയത്തും അതിന് മുമ്പും ആ തീർത്ഥാടന സമയത്ത് പോലും ഇവിടെ വണ്ടികളുടെ ടെസ്റ്റ് കൊടുക്കുവാൻ വേണ്ടി ആ റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അവിടെ. കാരണം ഇവർ സർക്കാരിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ ഇത് കണക്ക് ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളെടുത്ത് വൃത്തിയാക്കി എടുത്ത് ആ സ്ഥലത്ത് ടെസ്റ്റ് കൊടുക്കുവാൻ വേണ്ടി RTOയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയും അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ ഭാഗം വൃത്തിയാക്കി എടുത്തുകൊണ്ട് അവിടെ ടെസ്റ്റ് നടത്തുവാൻ, അതായത് നടത്തുവാൻ ഇവിടെ ഇരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പല ആൾക്കാരും നിവേദനം നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടപ്പിലാക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇവിടെ നമ്മൾ മിക്ക സമയങ്ങളിലും ഞാൻ അത് ഭാഗത്ത് ഈ വർക്കല കൂടെ മിക്ക സമയങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ശിവഗിരിയുടെ സൈഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, പല ആൾക്കാരും അത് പരാതികളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വണ്ടികൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വണ്ടി ഇത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ഉള്ള RTO ഓഫീസിൽ അങ്ങനെയുള്ള വണ്ടികളുടെ എണ്ണം കുറവാണ്, ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. പല സമയങ്ങളിലും ഇവരിപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടിക്കുന്നത്, അത് പിടിക്കുന്നതിൽ തെറ്റില്ല, കാരണം നിയമം പാലിക്കേണ്ടതാണ്. ഹെൽമെറ്റ് ഇല്ലാതെ യാത്രയെ പിടിക്കണം. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വർക്കല മൈതാനം, അതുപോലെ തന്നെ വർക്കല ക്ഷേത്രം റോഡ്, ഈ സ്ഥലങ്ങളിലെല്ലാം ഓട്ടോറിക്ഷകളായാലും കാറുകളായാലും ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുവാനുള്ള സ്ഥലം, ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുവാനുള്ള സ്ഥലം അവിടെ ഇല്ല. പക്ഷെ അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനും ആ വണ്ടികളവിടെ പാർക്ക് ചെയ്യില്ലെന്ന് പറയാനും ഇവിടെയുള്ള RTOയുടെ ഒരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടില്ല. സാധാരണ ഈ അടുത്ത സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ്, അതായത് INTCയുടെ ലെവൽ INTC തൊഴിലാളികൾ CITU അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ ഇവിടെ വർക്കലയുള്ള തന്നെ INTCയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് അത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. വണ്ടികൾ മൈതാനത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല, നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടില്ല, അത് RTOയിൽ നിങ്ങൾ നിർദ്ദേശം കൊടുക്കണം എന്ന് പലവട്ടം പറഞ്ഞിട്ട് പോലും പല വണ്ടികളും പല വാഹനങ്ങളും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന പോലും ഈ നോ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് RTO ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞ് അവർ റിക്വസ്റ്റ് കൊടുക്കണം. അവരുടെ മേലധികാരികൾക്ക് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ അഭാവം പരിഹരിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകണം. കാരണം ഇത് ജനങ്ങൾക്ക് ഉപയോഗമാർഗ്ഗമാണ്. സാധാരണ ഞാനിപ്പോൾ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു RTOയിൽ പോയി ലൈസൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇട്ട് കൊടുക്കുന്ന സമയം 4-5 മാസം സമയം, അതായത് ലേണേഴ്സിന് വേണ്ടി 3-4 മാസം സമയം കൊടുക്കുന്നു. ആറ്റിങ്ങൽ നേരത്തെ RTO ഓഫീസ് ഉള്ള സമയത്ത്, ആറ്റിങ്ങൽ ഇവിടെ ജോയിൻ്റ് RTO ഓഫീസ് ഇല്ലാത്ത സമയത്ത് ആറ്റിങ്ങൽ മാത്രം നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ലൈസൻസ് കൈ കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് നീണ്ടുപോകുന്നു. അത് എന്താണെന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ അഭാവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു തീർത്ഥാടനമുള്ള സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്, വർക്കല ശിവഗിരി ശ്രീനാരായണ ഗുരുദേവൻ്റെ. അപ്പോൾ ഇത്രയും ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. അവരുടെ ഒരു ഉത്സവം നടന്ന്, ഇത്രയും വലിയൊരു മേള നടന്നിട്ട് വളരെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സർക്കാർ അതിനെ കൈകാര്യം ചെയ്തത്. അതായത് മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു രീതിയിലുള്ള ചെക്കിങ്ങോ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല എന്നാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു RTO ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല. കാരണം വെച്ചാൽ ഈ പരിപാടികളൊക്കെ തുടങ്ങിയ ശേഷം ഈ വാഹനങ്ങളെ നിയന്ത്രിക്കാനോ മറ്റ് നടപടികൾ എടുക്കാനോ അതുപോലെ തന്നെ അപകടകരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ചെക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസം മേഖലയിലൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെതായ പ്രത്യേക ചെക്കിംഗ് ഒക്കെ വേണ്ടതാണ്. അതെ. പക്ഷെ അതിനും ഉള്ള വളരെ കാലമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ കാണുന്നില്ല. ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നതിനപ്പുറം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരുന്നത് പോലുമില്ല. കാരണം ഇവിടെ ഒരു മോട്ടോർ വെഹിക്കിൾ ഓഫീസ് ഉണ്ട്, അതുകൊണ്ട് ആറ്റിങ്ങിൽ നിന്നും മറ്റും ആൾക്കാർ ഇവിടെ വരേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇവിടെ ഉള്ളവരത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ഇവിടെ എത്താത്തൊരു വല്ലാത്തൊരു സാഹചര്യമാണ്. കാരണം വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഇവിടെ മയക്കുമരുന്നിൻ്റെയും മറ്റും പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ആൾക്കാർ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലൊക്കെ വാഹനം ഓടിക്കുന്ന നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഈ ഒരു ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ഒരു പ്രശ്നമാണ്. കാരണം വൈകുന്നേരം ചെക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഭയപ്പെടാതെ തന്നെ ഇറങ്ങി സഞ്ചരിക്കാൻ സാധിക്കും. വർഷാവർഷം ഏറ്റവും കൂടുതൽ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പക്ഷേ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് വർക്കല എന്നുള്ള ശിവഗിരി തീർത്ഥാടനം. അതുപോലെ തന്നെ ടൂറിസം സീസണുകളിൽ നിരവധി പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം മോട്ടോർ വാഹന വകുപ്പിൻ്റെതായ ഒരു സാന്നിധ്യം, അതും നല്ല രീതിയിലുള്ള സാന്നിധ്യം തന്നെ വേണ്ടതല്ലേ? അതെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വീക്കെൻഡ്സ്
വെള്ളി ശനി ഞായർ ആ ദിവസങ്ങളിൽ നമ്മൾ പഴയതുപോലെ അല്ല ഇവിടെ മാറ്റം എന്ന് പറയുന്നത് ഒരു ദിവസം കഴിയുന്നവരും മാറ്റങ്ങൾ വർക്കല സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം. അപ്പോൾ അതനുസരിച്ച് അത്രയും ജനങ്ങൾ വരുന്ന ഒരു ഈ പ്രദേശത്ത് ഈ പഴയ രീതിയിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും ആവശ്യം ഉണ്ടായിട്ട് പോലും അധികാരികൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണ് വർക്കല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ട്രാഫിക് കൺട്രോളിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പൊതുജനങ്ങളുടെ RTO ഓഫീസിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങളുടെയും ഈ അനാവശ്യമായ ഡിലേ കൂടുതൽ സമയമെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മോട്ടോർ വാഹന വകുപ്പിൽ ഇപ്പം നിരവധി പരിഷ്കാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വർക്കലയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് പറയുന്നത് അല്ലേ? അത് മോട്ടോർ വാഹനത്തിൽ പരിഷ്കാരങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം പരിഷ്കാരങ്ങൾ വരുമ്പോൾ അത് ഈ സംസ്ഥാനത്ത് വരുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇത്രയും ലോകപ്രശസ്തമായി നിലകൊള്ളുന്ന 2 തീർത്ഥാടന നഗരങ്ങളും അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമുള്ള വർക്കലയിലായിരിക്കണമെന്നാണ്. പക്ഷേ ഈ വർക്കലയെ ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ട് പോലും ഈ പരിഷ്കാരങ്ങൾ ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല എന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് കാണാം തൊട്ടടുത്ത് കിടക്കുന്ന 1.5 വർഷക്കാലമായി അവിടെ പൊടിയടിച്ച് അവിടെ മാലിന്യം കയറി ടയറും പഞ്ചറായി കിടക്കുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണാം. ആ വണ്ടി പോലും നന്നാക്കി കൊടുക്കാൻ കഴിയാത്തവർ ഈ പരിഷ്കാരത്തെ പറ്റി പറഞ്ഞതിന് എന്താണ് അർത്ഥം? അപ്പോൾ ഈ പരിഷ്കാരങ്ങളൊക്കെ വാക്കുകളിൽ മാത്രമാണ് ഇവിടെ ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു സമര സ്ട്രൈക്ക് കൊണ്ടായിരുന്നു, അതായത് ഈ ഓട്ടോറിക്ഷകളെ മീറ്റർ നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് ഉള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിശോധനകൾ പോലും ഇപ്പോൾ അതും നടത്താൻ വേണ്ടിയിട്ട് വർക്കലയിൽ സംവിധാനമില്ല. വർക്കലയിൽ സംവിധാനവും ഇല്ല, ഉദ്യോഗസ്ഥരും ഇല്ല. എന്തിനാണ് അങ്ങനെ ഒരു RTO ഓഫീസ് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കാരണം ഇവിടെ RTO ഓഫീസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആറ്റിങ്ങ് പോയെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് വരാമായിരുന്നു. ഇച്ചിരി സഞ്ചരിക്കണമെന്ന് അരമണിക്കൂർ കൂടുതൽ സഞ്ചരിക്കണമെന്ന് മാത്രമുള്ള ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ സൈറ്റ് കിട്ടുന്നില്ല, ഉദ്യോഗസ്ഥരില്ല, വാഹനമില്ല എന്ന് നമ്മൾ ജനങ്ങളുടെ അടുത്താണ് ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ജനങ്ങളാണ് ഇവരുടെ സൈറ്റ് കൊടുക്കേണ്ടതും ഇവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതൊക്കെ ജനങ്ങളാണോ? ഇവിടെ അങ്ങനെ യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ RTO ഓഫീസിൻ്റെ പ്രവർത്തനത്തിൽ ഇത്രയും ഒരു അപാകത ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും സംഘടനയോ മറ്റോ ഈ ആവശ്യപ്പെട്ടിട്ടുണ്ടോ സർക്കാരിനോട്? ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെ നിരവധി പ്രാവശ്യം നമുക്കറിയാം. ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നഗരസഭ 2004 ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ അക്വയർ ചെയ്ത് ഭയങ്കര എമൗണ്ട് 10-20 കോടി രൂപ ഇപ്പോഴും ബാധ്യതയുള്ള ഒരു സ്ഥലം ഏറ്റെടുത്ത് നടത്തുകയാണ്. അവിടെ ആ ബസ് സ്റ്റാൻഡിനകത്തോട്ട് പ്രൈവറ്റ് ബസ് കയറുന്നില്ല എന്നുള്ള നാട്ടുകാരുടെയും എല്ലാവരുടെയും പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെട്ടില്ല. പലപ്പോഴും നമ്മുടെ അതിനകത്തുള്ള ശബ്ദം ഉയർത്തുമ്പോൾ അത് ഒരു ദിവസം പോലും ഇവർ വന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഈ RTO ഒന്ന് ആരും വന്ന് നോക്കാനോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നീക്കം നടന്നിട്ടില്ല. പിന്നെ നാട്ടുകാരാണ് ഇപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ അകത്ത് കയറ്റുന്ന ഒരു അവസ്ഥയിലോട്ടാണ് മാറിയിരിക്കുന്നത്. എന്നിട്ട് പോലും ഇവരതിനകത്ത് ഒരു നടപടി എടുത്തില്ല. ഈ വിഷയങ്ങൾ നിരന്തരമായി ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴും കൂടി നടക്കുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ ഈ വിഷയം നിരന്തരമായി വന്നിട്ട് പോലും ഒരു പരിഹാരം അതിനകത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ. നമുക്കറിയാം ട്രാഫിക്കിൻ്റെ ഈ വർക്കലയെ സംബന്ധിച്ച് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വളരെ നിരന്തരമായ സംഭവമാണ്. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഈ ഏത് ഭാഗത്തായാലും സ്വകാര്യ ബസ്സുകളെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും RTOയുടെ ഒരു ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വർക്കല ഇല്ല എന്ന് പറയുമ്പോൾ അത് വർക്കല അതല്ലേ പറഞ്ഞത്. ഇവിടെ സ്റ്റാൻഡ് പോലും കൊടുത്തിട്ടില്ല. ഓട്ടോറിക്ഷക്കാർക്ക് സ്റ്റാൻഡ് കൊടുത്തില്ല. പ്രൈവറ്റ് ബസ്സുകാർ അവരുടെ ഇഷ്ടത്തിനുള്ള സ്ഥലങ്ങളിൽ നിർത്തുന്നു. കംപ്ലൈൻറ്റ് കൊടുത്താൽ പോലും പരിഹാരമില്ലാത്തൊരവസ്ഥ. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിനകത്തോട്ട് അത്രയും ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. കാര്യം അവിടുന്ന് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അവിടുന്ന് ആൾക്കാർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഈ അവസ്ഥ. റെയിൽവേ ട്രാക്കിൽ ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സുകൾ നിർത്തിയിട്ട് സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത്, പോയാൽ തന്നെ അതിൻ്റെ പുറത്ത് വന്ന് ആളിനെ എടുത്ത് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് അവിടെ തന്നെ പാസഞ്ചേഴ്സിനെ എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ അതൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്ത് പല പ്രാവശ്യം, ഒന്നൊന്നുമല്ല ഒരുപാട് പ്രാവശ്യം കൊടുത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് പ്രതിഷേധവും അത് സമരമുറകളും എല്ലാം എടുത്തിട്ട് പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഇത് തടയുന്നതിനോ ഇത് കൺട്രോൾ ചെയ്യുന്നതിനോ ഉണ്ടായിട്ടില്ല. ഒരു സമയത്ത് ഇവിടുന്ന് RTO പോയി ഇത് തടയാനും കണ്ട് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പം ഈ ബസ് തൊഴിലാളികളും ഇവരുമായിട്ടൊരു പ്രശ്നമുണ്ടായി, കേസെടുക്കേണ്ടി ഇവർ വന്നു. എന്നിട്ട് അതിനുശേഷം ഇവർ അങ്ങോട്ട് പോയിട്ട് പോലും ഇല്ലെന്ന് അവർക്ക് അടിയറവ് പറഞ്ഞത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സംഭവത്തിൽ പോലീസ് കേസായിട്ട് പോലും അവർക്ക് അടിയറവ് പറഞ്ഞ ഒരു രീതിയിലോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിരന്തരമായിട്ട് പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഓട്ടോറിക്ഷകളിൽ മീറ്റർ സംവിധാനം ഈ നാട്ടുമ്പുറങ്ങളിൽ കൂടി അത്
ഇതാക്കണം, കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എതിർപ്പുണ്ട്. ഇവിടെ ശക്തമായ എതിർപ്പ് അതൊക്കെ പരിശോധിക്കേണ്ടത് അതുകൊണ്ട് ഈ എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. പക്ഷേ അത് ഓവറായിട്ട് കൂടുതൽ ആൾക്കാരെ കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ആവരുത്. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയുള്ള സിസ്റ്റം കൊണ്ടുവരണം. അല്ലാതെ കുറച്ച് പേർക്ക് കൊള്ളയടിച്ച് കുറച്ച് പേര് ബുദ്ധിമുട്ടിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. അതിനൊക്കെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം പ്രാവർത്തികമാകണം. അല്ലാതെ കുറച്ച് പേര് പ്രതിഷേധിക്കുന്നു പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് റീസണബിളായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ അവർക്ക് ഇത് വേണം. പക്ഷേ മറ്റു യാത്രക്കാരെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ടൂറിസം മേഖലയാണ്, വരുന്നവർക്ക് ഒരു പ്രാവശ്യം വരുന്നവർക്ക് അവർ വർക്കല വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനോ ഒരു ടാക്സിക്കാരനോ ഒക്കെ അവരെ കൂടുതൽ അമിതമായി ചാർജ് മേടിച്ച് അപ്പോഴും തന്നെ അവരുടെ മാനസികമായിട്ട് നമ്മൾ തന്നെ അറിയാമല്ലോ, നമ്മൾ വേറൊരു പ്രദേശത്ത് പോയാലേ നമുക്കുണ്ടായ ആദ്യത്തെ ഫീലിംഗ് എന്താവും ആ പ്രദേശത്തെക്കുറിച്ച്. അത് പിന്നെ നമ്മൾ ആ പ്രദേശം നമ്മുടെ ഒരു പേടി ജനിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെയുള്ളതല്ല, നമ്മുടെ വരുന്ന ഗസ്റ്റുകളാണ്, നമുക്ക് വർക്കല വരുന്ന എല്ലാം ഗസ്റ്റുകളാണ്. അപ്പം അവരെ നമുക്ക് നല്ല രീതിയിൽ അവരെ സ്വീകരിക്കേണ്ടതുകൊണ്ട് അവരെ കൊള്ളയടിക്കാതെ മാന്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അധികാരികളത് ചെയ്യിക്കണം. അതിനുള്ള പവർ അവർക്കുണ്ട്. അത് ചെയ്ത് വേണം പോകാൻ. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ടൂറിസം വളരുന്നതും നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു ചിട്ട ഉണ്ടാവുക. അത് അത്യാവശ്യമാണ്. മോട്ടോർ വാഹന എന്നുള്ള യാതൊരു ഈ വർക്കലില്ല, യാതൊരു രീതിയിലുള്ള ശ്രദ്ധയും അവർ വർക്കല കൊടുക്കുന്നില്ല. അവർ വർക്കല പരിഗണിക്കുന്നതേ ഇല്ല. എന്താണെന്ന് നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എത്ര ഉദ്യോഗാർത്ഥികൾക്ക് എത്താറുണ്ട്? ഒത്തിരി പേര് ഉണ്ടായി, നിരവധി ഉദ്യോഗാർത്ഥികൾ എത്താറുണ്ട്. അപ്പോൾ എത്തുമ്പോൾ പല ദിവസവും ഇവിടെ ഉദ്യോഗസ്ഥർ എത്താത്തൊരു സാഹചര്യം. അവർ പറയുന്നത് അവിടെ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഷോർട്ടേജാണ്, അതുകൊണ്ട് പിന്നെ വീണ്ടും ഡേറ്റുകൾ മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ അവരുടെ ജോലിയും മറ്റു സാഹചര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ 1 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വർക്കല പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഗതാഗതത്തിന് ഇത്രയും പുതിയ മന്ത്രി വന്നതിന് ശേഷം ഗതാഗതത്തിനൊക്കെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ലൈസൻസ് കിട്ടണം, അതിന് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതാണ് പറയുന്നത്. പക്ഷേ വർക്കലയിൽ അവരെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം വളരെ വലിയൊരു ദുരിതമാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രാധാന്യമുള്ള സ്ഥലത്തിന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭയങ്കരമായിട്ടുള്ള അവഗണനയാണ്. അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നിരവധി കഴിഞ്ഞ മാസം ഒരു 5 ചെറിയ പയ്യന്മാരാണ് അപകടത്തിൽ മരിച്ചത്. രാത്രി ക്ലിഫിൻ്റെ അടുത്ത് കണക്ക് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 5 പേരാണ് മരിച്ചത്. അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സന്ധ്യ ആയിക്കഴിഞ്ഞാലും ഈ സ്കൂൾ ടൈമിലൊക്കെ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ വളരെ റാഷായിട്ട് വണ്ടി ഓടിക്കുകയും സ്കൂൾ കുട്ടികളെയും അതിൽ കാൽനട യാത്രക്കാരെയൊക്കെ അപകടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതൊന്നും ചെക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് വാഹനമില്ല, ഉദ്യോഗസ്ഥരും ഇല്ലാത്തൊരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. നിലവിൽ ഈ ജോയിന്റ് RTO ഓഫീസ് ഉള്ളത് കാരണം ആറ്റിങ്ങൽ നിന്ന് വേറെ ആരും ചെക്കിങ് വരത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസും മറ്റു സൗകര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർ പെറ്റിയടിക്കാൻ മാത്രം കുറച്ച് ക്യാമറ വെച്ച് അതിലാണ് അവരുടെ ശ്രദ്ധ. അല്ലാണ്ട് ഇവർ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല, അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു RTO ഓഫീസാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു വെള്ളാന പോലെ ഒരു RTO ഓഫീസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ലാണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ആറ്റിങ്ങിലോട്ടും മറ്റുള്ളിടത്തോട്ടും നമുക്ക് പോകേണ്ട എന്നുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല RTO ഓഫീസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ വളരെ രീതിയിൽ അസ്വസ്ഥരായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും മറ്റു കാര്യങ്ങളൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിലും ഒന്നും ഇവർക്ക് ഇങ്ങനെ ഒരു ചെക്കിങ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടൊക്കെ ജനങ്ങൾ വളരെ ഭീതിയിലാണ്. മാത്രമല്ല ഈ ആഡംബര വാഹനങ്ങളിലും ഈ രൂപമാറ്റം വരുത്തിയ വർക്കലപാട് നമ്മൾ ചെവി അടയ്ക്കുന്ന രീതിയിലുള്ള ശബ്ദം കോലാഹലങ്ങളും മറ്റുമായിട്ട് ബൈക്കുകളിലും മറ്റും ഈ ചില ആൾക്കാർ ഇതുപോലെ ആൾട്രേഷനൊക്കെ ചെയ്ത് ജനങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവർ നാദിനിലെ കളരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർക്കലയുടെ ജനങ്ങൾക്ക് വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയില്ല എന്ന് പറയുന്ന പൊതുപ്രവർത്തകരുടെ മുമ്പിൽ പറയുകയാണ്. വർക്കലയിൽ പാർട്ടി നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ വർണ്ണം നോക്കിയോ വർഗം നോക്കിയോ ഭാഷ നോക്കിയോ ഒന്നും അല്ല വികസനങ്ങളുടെ അളവുകൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. പരിഷ്കാരങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാളിതുവരെയായി നടപ്പാക്കിയിട്ടില്ല. പിന്നെന്ത് പരിഷ്കാരമാണ് വർക്കലയിൽ നടക്കാൻ പോകുന്നതെന്ന് വിചിത്രമായൊരു ചോദ്യമാണ് എനിക്ക് അതിന് തോന്നുന്നത്. വളരെ പ്രതീക്ഷയോടെ വർക്കല നിവാസികൾ ഏറ്റുവാങ്ങിയ ജോയിന്റ് RTO ഓഫീസ് ഇന്ന് അതിൻ്റെ പ്രവർത്തനം താറുമാറായ അവസ്ഥയിലാണ്. വാഹനം ഇങ്ങനെയാണ്, ജീവനക്കാരുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടെന്ന് പറയുന്നു. എന്തായാലും നാട്ടുകാരുടെ പരാതികൾക്ക് അധികൃതർ ശാശ്വതമായി തന്നെ ഒരു പരിഹാരം അത് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാക്കുന്നു. നമസ്കാരം.